ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. രാഷ്ട്രീയ പാർട്ടികൾക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നയച്ച കത്തിൽ ഒരു പാർട്ടിയുടെ സീൽ പതിഞ്ഞ സംഭവത്തിൽ കൂടുതൽ നടപടികളെടുത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ദേശീയ സംസ്ഥാന നേതാക്കൾ കളത്തിലിറങ്ങിയതോടെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം സജീവം. നാളെ ഓശാന പെരുന്നാൾ. തിരുകർമ്മങ്ങൾക്കായി ദേവാലയങ്ങൾ ഒരുങ്ങി. വിശുദ്ധ വാരാചരണത്തിനും നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. കപ്പൽ ഗതാഗതത്തിനുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കേണ്ടതിന്റെയും ഷിപ്പിംഗ് ലൈനുകൾ സുരക്ഷിതമാക്കേണ്ടതിന്റെയും പ്രാധാന്യം ഇരുവരും ആവർത്തിച്ചു. പ്രാദേശിക ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളെ അപലപിച്ച പ്രധാനമന്ത്രി സൗദി അറേബ്യയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കിയതിന് നന്ദി അറിയിക്കുന്നതായും സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ദുബായിൽ US സൈന്യത്തിന്റെ 2 ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഇറാൻ അറിയിച്ചു. ആക്രമണങ്ങൾക്ക് പിന്നാലെ 500ഓളം US സൈനികർ ഇവിടെ നിന്ന് മാറിയതായും ഇറാൻ ഔദ്യോഗിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. അതേസമയം US അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ആഗോള വ്യാപാര സംവിധാനത്തിൽ ലോക വ്യാപാര സംഘടന നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. WTOയുടെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ തുടരുന്നതിൽ ക്രിയാത്മക സംഭാവനകൾ നൽകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. The multilateral trading system must ensure that innovation, development and opportunity are shared equitably among members. When we engage constructively to show that the WTO remains central to global trade. At the same time, we must focus on trade rather than taking up newer issues and trying to expand the ambit of the WTO to subjects that are not a part of the WTO. കാമറൂണിലെ യൗണ്ടയിൽ നടന്ന ലോക വ്യാപാര സംഘടനയുടെ 14ാമത് മന്ത്രിതല സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ പീയൂഷ് ഗോയൽ. രാഷ്ട്രീയ പാർട്ടികൾക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നയച്ച കത്തിൽ ഒരു പാർട്ടിയുടെ സീൽ പതിഞ്ഞ സംഭവത്തിൽ കൂടുതൽ നടപടികൾ കൈക്കൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. സംഭവത്തിൽ 48 മണിക്കൂറിനുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അഡീഷണൽ CEO PB നൂഹിനെ ചുമതലപ്പെടുത്തിയിരുന്നു. അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് ഡെപ്യൂട്ടി CEO, സെക്ഷൻ ഓഫീസർ എന്നിവരെ തിരഞ്ഞെടുപ്പ് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറ്റി മാതൃ ഓഫീസുകളിലേക്ക് തിരികെ അയച്ചുകൊണ്ട് ഉത്തരവിറക്കി. സംസ്ഥാനത്ത് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. NDAയുടെ പ്രചാരണത്തിനായി മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി നാളെ സംസ്ഥാനത്തെത്തും. LDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും CPIM നേതാവുമായ പിണറായി വിജയൻ പാലക്കാട് വിവിധയിടങ്ങളിലെ പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുത്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ എറണാകുളം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി. വോട്ടെടുപ്പിൽ 100% വോട്ടർ പങ്കാളിത്തം ഉറപ്പാക്കുകയാകണം ലക്ഷ്യമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 2025 തദ്ദേശ സ്വയംഭരണ പൊതു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട്, 2026 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇയർ ബുക്ക് എന്നിവ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വോട്ടവകാശ വിനിയോഗത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം മാനവീയം വേദിയിൽ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ ജഡ്ജി S. നസീറ നിർവഹിച്ചു. ഓരോ വ്യക്തിയും വോട്ടവകാശത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെന്നും തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്നും പ്രിൻസിപ്പൽ ജഡ്ജി പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമെന്ന ദൌത്യം എല്ലാവരും നിർവഹിക്കണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ശബരിമല പൈങ്കുനി ഉത്രം ഉത്സവത്തിന്റെ 6ാം ദിനമായ ഇന്ന് രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം വിളക്കെഴുന്നള്ളത്ത് നടക്കും. ഈ മാസം 30 വരെയാണ് വിളക്കെഴുന്നള്ളത്ത്.
31 പള്ളിവേട്ടയും ഏപ്രിൽ 1 ആറാട്ടും നടക്കും. ഏപ്രിൽ 1 നടയടച്ചാൽ വിഷു മേടമാസ പൂജയ്ക്കായി ഏപ്രിൽ 10 മുതൽ 18 വരെ നട തുറന്നിരിക്കും. വിഷു മേടമാസ പൂജ സമയത്തെ ദർശനത്തിനായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ക്രൈസ്തവ വിശ്വാസികൾ നാളെ ഓശാന പെരുന്നാൾ ആഘോഷിക്കും. തിരുകർമ്മങ്ങൾക്കായി ദേവാലയങ്ങൾ ഒരുങ്ങി. നാളെ പ്രത്യേക പ്രാർത്ഥനകളും കുരുത്തോല പ്രദക്ഷിണവും നടക്കും. പീഡാനുഭവ വാരത്തിനും നാളെ തുടക്കമാകും. 2 ദിവസത്തെ സന്ദർശനത്തിനായി സംസ്ഥാനത്തെത്തിയ ബഹിരാകാശ യാത്രികൻ ശുഭാൻശു ശുക്ല ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ അതിഥിയായി ലോക്ഭവനിൽ എത്തി. തിരഞ്ഞെടുക്കപ്പെട്ട 500ഓളം വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവദിച്ചു. ബഹിരാകാശത്തിൽ ഇന്ത്യ, സുശക്തമായ ഇന്ത്യ, വികസിത ഭാരതത്തിനായുള്ള യുവജന വീക്ഷണം എന്നീ വിഷയത്തിൽ അദ്ദേഹം പ്രഭാഷണം നടത്തി. When you go to space, things will not fall. You know it theoretically, but your brain is telling you it will still fall. So it really is a powerful tool. And why I say this to all of you is, it just doesn't apply for this concept of physical phenomena, gravity being there or not being there. It also applies for something that you want to do. If you can convince your mind or convince your brain that you want to accomplish or achieve something, you will find a way. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11-ന് ദൂരദർശനിലും ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ ആകാശവാണി പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. കൊച്ചി തുറമുഖത്തെ വല്ലാർപാടം ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലിൽ നിന്ന് 512 കിലോ രക്തചന്ദനം അനധികൃതമായി കയറ്റുമതി ചെയ്യാനുള്ള ശ്രമം ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പരാജയപ്പെടുത്തി. ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു കണ്ടെയ്നർ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ തടയുകയായിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ കന്യാകുമാരി സെക്ഷനിൽ ഇരണിയൽ നാഗർകോവിൽ ടൗൺ സ്റ്റേഷനുകൾക്കിടയിലുള്ള പുതിയ ഇരട്ടപ്പാത കമ്മീഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ട്രെയിൻ സർവീസുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു. ട്രെയിനുകൾ പൂർണ്ണമായോ ഭാഗികമായോ റദ്ദാക്കുകയും വഴി തിരിച്ചുവിടുകയും ചെയ്യും. രാജ്യാന്തര സർവീസുകളിൽ 10% വർധനയുമായി തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വേനൽക്കാല ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. പ്രതിവാര രാജ്യാന്തര സർവീസുകൾ 340 ഉയരും. നവി മുംബൈ, ഗുവാഹത്തി എന്നിവിടങ്ങളിലേക്ക് പുതിയ സർവീസുകൾ തുടങ്ങുമെന്നും അധികൃതർ അറിയിച്ചു. സ്വർണ്ണവില കൂടി. പവന് 1840 രൂപ വർദ്ധിച്ച് 1,08,600 രൂപയും ഗ്രാമിന് 13,575 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ താപനില ഉയരുന്നത് മൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ എല്ലാവരും സ്വയം പ്രതിരോധം പരിശീലിക്കണമെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ്. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യവകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നു. സംസ്ഥാന ജവഹർ ബാലഭവനിൽ കുട്ടികൾക്കായി കളിമുറ്റം മധ്യവേനൽ അവധിക്കാല ക്ലാസുകൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്തും. 4 മുതൽ 16 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം. സംഗീതം, നൃത്തം, അബാക്കസ്, സംഗീതോപകരണങ്ങൾ, നാടകം, യോഗ, ചിത്രരചന തുടങ്ങി 26 വിഷയങ്ങളിൽ പരിശീലനം നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. രാഷ്ട്രീയ പാർട്ടികൾക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നയച്ച കത്തിൽ ഒരു പാർട്ടിയുടെ സീൽ പതിഞ്ഞ സംഭവത്തിൽ കൂടുതൽ നടപടികളെടുത്ത മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ദേശീയ സംസ്ഥാന നേതാക്കൾ കളത്തിലിറങ്ങിയതോടെ കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം സജീവം. നാളെ ഓശാന പെരുന്നാൾ. തിരുകർമ്മങ്ങൾക്കായി ദേവാലയങ്ങൾ ഒരുങ്ങി. വിശുദ്ധ വാരാചരണത്തിനും നാളെ തുടക്കം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.